എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. നല്ല സ്പോഞ്ച് പോലുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റവ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വറുത്ത റവയാണ് ഉള്ളതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്കത് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങനെ പൊടിഞ്ഞ പൗഡർ പോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഈ റവയ്ക്കൊന്ന് തരി പോലെയുള്ളതൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ദാ ഇതേപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡർ പോലെ ആയിട്ടില്ല. ഈ ഒരു ഇതിലാണ് ട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഷുഗർ ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 3/4 കപ്പ് ഉണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഷുഗർ പൗഡർ എല്ലാം ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1/2 കപ്പ് പാലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. റവ എല്ലാം കുതിർന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്കെടുക്കാം. ഇനി നമ്മൾ ഈ കേക്ക് എന്തിലാണോ റെഡിയാക്കി എടുക്കുന്നത് ആ കടായി എടുക്കുക. ഞാൻ ദാ ഇതുപോലെ ചെറിയൊരു കടായിലാണ് ട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് കനമുള്ള കടായി നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. കനം കുറഞ്ഞതാണെങ്കിൽ നമ്മൾ റെഡിയാക്കി വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചൂടായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കനമുള്ള കടായിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്കും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വേണം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ എടുക്കണമെന്നില്ല. ഇനിയിപ്പോൾ നട്ട്സൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായാലും മതി ട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കേക്ക് റെഡിയാക്കി വരുമ്പോൾ എല്ലാം താഴെ മാത്രമായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദയിൽ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവെല്ലാം ദാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കണ്ടു ബാറ്റർ എല്ലാം ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന റവയ്ക്കും മൈദയ്ക്കൊക്കെ അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായിട്ട് പോവരുത്. കണ്ടോ ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് ഈ ബാറ്ററിൽ എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ തന്നെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലേ, ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടായില്ലേ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കടായി കുറച്ച് കനം കുറഞ്ഞതാണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കരുത്. ഇതിൻ്റെ താഴെയായിട്ട് എന്തെങ്കിലും ഒരു പാനൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കാരണം നമ്മുടെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ ബേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഒരു 25 മിനിറ്റ് കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഒരു സ്പാച്ചില വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ഉള്ളൊരു സ്നാക്കാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല സ്പോഞ്ച് പോലുള്ളൊരു സ്നാക്കാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ ഇതിലേക്ക് മുട്ടയൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ സിമ്പിളല്ല റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്